കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് കാസർഗോഡ് പിടിയിൽ. മേൽപ്പറമ്പിൽ സൂപ്പർമാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് ഇയാളെ നാട്ടുകാർ സാഹസികമായി പിടികൂടിയത്. രക്ഷപ്പെടാൻ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ പ്രതിയുടെ കാൽ ഇതിനിടെ ഒടിഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേർന്നു. ബൈജു, തൊരപ്പൻ വളരെ ഫേമസ് ആണ്, നൊട്ടോറിയസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടുകാർ തൊരപ്പനെ പിടിച്ചത്? തീർച്ചയായും ശ്രീജ, ഈ തൊരപ്പൻ ഒരു ചില്ലറക്കാരനല്ല. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി 100-ലധികം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ഉള്ളത്. ഈ മേൽപ്പറമ്പ് പകൽ നേരം ഇയാൾ ഇത്തരത്തിൽ ഓരോ കടകൾ കണ്ടുവച്ച്, പ്രധാനമായും കടകളിലാണ് ഇയാൾ മോഷണം നടത്തുക. ഇങ്ങനെ പകൽ നേരങ്ങളിൽ കൃത്യമായി മോഷണം നടത്തേണ്ട കടകൾ കണ്ടെത്തി രാത്രി 12-1 മണിയാകുമ്പോഴേക്കും എത്തി ഇത് ചുമര് തുറന്നാണ് പ്രധാനമായി ഇയാൾ പല കവർച്ചകളും നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഇതിന്റെ അകത്ത് കവർച്ച നടത്തുന്നതിനിടയിൽ പുറത്ത് ഒരു ബൈക്ക്, ഏതാനും യുവാക്കൾ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വന്നപ്പോഴാണ് ശബ്ദം കേട്ടതും പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുന്നതും. തുടർന്ന് ആ പ്രദേശം മുഴുവൻ വളയുന്നതിനിടയിൽ ഇയാൾ അടുത്ത് സമീപത്ത് ഒരു കെട്ടിടത്തിലേക്ക് ചാടി കയറുകയായിരുന്നു. അവിടെ നിന്നും താഴേക്ക് ചാടുമ്പോൾ ഇയാളുടെ കാല് ഒടിഞ്ഞു. അതോടുകൂടി ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വളരെ സാഹസികമാണ് തൊരപ്പനെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മേൽപ്പറമ്പ് പോലീസിന് പിന്നീട് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വേഷം മാറിയൊക്കെയാണ് ഇയാൾ പലപ്പോഴും ഇത്തരത്തിൽ കവർച്ച നടത്തുക. ഗുഡ്സ് ഓട്ടോറിക്ഷയിലൊക്കെ എത്തും. കവർച്ച നടത്തിയതിനു ശേഷം കർണാടകയിലേക്കും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമൊക്കെ കുറേ ദിവസം ഇത്തരത്തിൽ താമസിക്കുന്ന ഒളിവിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇയാൾ പിടികൂടാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്തായാലും തൊരപ്പനെ ഇപ്പോൾ കൈയോടെ പൊക്കിയിട്ടുണ്ട് പോലീസ്. ഇയാളിപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ശ്രീജ, ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ഒരിടവേള കൂടി.